മനസ്സുകൊണ്ട് ഞാൻ ശരിക്കും തകർന്നു പോയ സമയത്താ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവുന്നത്. അതിന്റെ കൂടെ വിശാലേട്ടന്റെയും സൂരജിന്റെയും സപ്പോർട്ട് കൂടി ആയപ്പോ നമുക്കതിൽ വിജയിക്കാൻ സാധിച്ചു. അതെ, എല്ലാവരും ഈശ്വരാധീനം തന്നെയാ. ആദർശേട്ടൻ ജയിലിലായ സമയത്ത് ഒരുപാട് വിഷമിച്ചെങ്കിലും അല്പം ആശ്വാസവും സന്തോഷവും ലഭിക്കുന്ന കാര്യങ്ങളും ഉണ്ടായി. അതെന്താ? അത് എനിക്ക് നഷ്ടമായിന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത് വിഷമിച്ച 2 സഹോദരങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടി. സൂരജും വിശാലും അല്ലേ? അതെ. സൂരജ് എന്നെ സ്വന്തം കൂടപ്പിറപ്പായി കാണുന്നില്ലേ എന്നൊരു സംശയവും വിഷമവും എന്റെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരാവശ്യം വന്നപ്പോ എനിക്കൊപ്പം നിഴലായിട്ട് സൂരജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശാലേട്ടനും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും ആദർശേട്ടൻ നിരപരാധിയാണെന്ന് വിശ്വസിച്ച് പുറത്തിറങ്ങുന്ന സമയം വരെ കൂടെ നിന്നിട്ടാ വിശാലേട്ടൻ പോയത്. അവരൊക്കെ തനിക്കൊപ്പം ഉണ്ടായിരുന്നതായിരുന്നു എന്റെയും ധൈര്യം. എല്ലാവരുടെ ഉള്ളിലും സ്നേഹമുണ്ട് മീര. പക്ഷേ അതൊക്കെ പുറത്തു വരുന്നത് ഒരാപത് ഘട്ടത്തിലാണെന്ന് മാത്രം. അതെ. ഏതായാലും ഞാൻ സംസാരിച്ചിരുന്ന ആദർശന്റെ ജോലി മുടക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവാ. മീര GMന്റെ ക്യാബിനിൽ ഇരുന്നാ മതി. അത് വേണ്ട ആദർശേട്ടാ. അവിടെ ഇരിക്കേണ്ടത് അഭിചേച്ചിയാ. ചേച്ചി വന്നോളൂ. അഭി ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലേ? അപ്പോ ഡയറക്ടേഴ്സിന്റെ ക്യാബിനിൽ അഭി ഇരുന്നോളൂ. അത് വേണ്ട. ഇന്നലെ വരെ ചേച്ചിയായിരുന്നു GMന്റെ സീറ്റില്. ഇന്ന് ചേച്ചിയുടെ അനുവാദം ഇല്ലാതെ ഞാൻ ആ സ്ഥാനം കയ്യേറുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ആ പഴയ പോസ്റ്റ് തന്നെ മതി. ഞാൻ പറയുന്നത് കേക്ക് മീര. ഈ കാര്യത്തിൽ ഞാൻ ആദർശനെ അനുസരിക്കില്ല. എന്നോട് ദേഷ്യം തോന്നരുത്. തന്നോട് എനിക്ക് ദേഷ്യം തോന്നാനാ? ഒരിക്കലുമില്ല. മീര ഇങ്ങനെ വാശി പിടിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അത്രയെങ്കിലും ഞാൻ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈശ്വരന്മാർ പോലും എന്നോട് പൊറുക്കില്ല. അഭയെ വിഷമിപ്പിക്കാതിരിക്കാനല്ലേ തനിക്ക് അർഹിക്കുന്ന സ്ഥാനം പോലും വേണ്ടാന്ന് വെക്കുന്നത്. ഏത് ചെയറിലിരുന്നാലും ഏത് പേരിട്ട് വിളിച്ചാലും എനിക്കിത് എന്റെയും കൂടി സ്ഥാപന. അതുപോരെ? അത് മതി. എങ്കിലും ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. ആരാ? ആദർശ് സാറ് പറഞ്ഞു വിട്ടതാ. ആണോ? എന്താ കാര്യം? ഒരു മിനിറ്റ്. ഇതെന്താ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്? ഇവിടേക്ക് വേണ്ടതെല്ലാം കമ്പനിയുടെ വകയായി എത്തിച്ചേരണമെന്ന് ആദർശ് സാർ പറഞ്ഞിരിക്കുക. അതുമാത്രമല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ ആദർശിനെ ഒന്ന് വിളിക്കട്ടെ. ഓ. ഹലോ. ആദർശ് സാറേ, കമ്പനിയിൽ നിന്നൊരു ഡ്രൈവർ കുറേ സാധനങ്ങളും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ഇനി മുതൽ എല്ലാ മാസവും വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തിച്ചു തന്നോളൂ. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട സാറേ. ഞങ്ങൾക്കങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ദു ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളല്ലേ? അറിഞ്ഞോ അറിയാതെയോ ഇന്ദുവിന് സംഭവിച്ച കാര്യത്തിൽ കമ്പനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഇതൊന്നും അതിന് പരിഹാരമായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കും മീരയ്ക്കും അങ്കിളിനോടും ആൻറ്റിയോടും ഒരടുപ്പമുണ്ട്. ആ സ്നേഹത്തിൻ്റെ പേരിൽ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെയൊന്ന് കണ്ടാൽ മതി. എല്ലാ മാസവും ഹോസ്പിറ്റൽ ചെക്കപ്പിൻ്റെ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ തന്നെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം.
എന്തെങ്കിലും കാരണവശാൽ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് കാർ അയച്ചു തരും. ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരരുത്. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇതെല്ലാം സാറിൻ്റെ മനസ്സിൻ്റെ നന്മയാ. പക്ഷേ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എനിക്കിതൊരു ബുദ്ധിമുട്ടല്ല. മനസ്സിൽ നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇനിയും മറുത്തൊന്നും പറയരുത്. ശരി, എന്നാ സാറിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. ആ, ഓക്കെ. ആൻറ്റിയോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ആ, ശരി. ആദർശ് എന്താ പറഞ്ഞേ? ഒരു മകനെ പോലെ കണ്ട് നമ്മൾ ഇതെല്ലാം സ്വീകരിക്കണമെന്നാ ആദർശ് പറയുന്നത്. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണയുണ്ടാകുമെന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? ഈ വയസ്സുകാലത്ത് നമുക്ക് ആരുമില്ലാതെ പോയല്ലോ എന്ന് സങ്കടം ഉണ്ടായിരുന്നു. നമ്മുടെ മക്കളെ ഈശ്വരൻ തിരിച്ചു വിളിച്ചപ്പോ പകരം തന്നതാവും ആദർശിനെയും മീരയും അല്ലേ? അതെ. ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുതെന്ന് ആദർശ് സാർ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. ശരി. ശരി സാർ. മീര, എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരൂ. എന്താ ആദർശേട്ട വിളിച്ചത്? എടോ, ഞാനില്ലാത്ത സമയത്ത് ഇവിടെ എന്തൊക്കെ നടന്നിരിക്കുന്നേ? ഈ കൊട്ടേഷനൊക്കെ ചെക്ക് ചെയ്യാതെ സൈൻ ചെയ്തിരിക്കുന്നേ. പ്രപ്പോസൽ തന്നിരിക്കുന്ന എമൗണ്ട് ക്രോസ് ചെക്ക് ചെയ്യാതെ ആരെങ്കിലും അപ്രൂവൽ കൊടുക്കുമോ? അടുത്ത് നോക്കി. ഇത് പേയ്മെന്റ് ഡിലേ ആക്കാൻ ഓരോ ക്ലയന്റ് തന്നിരിക്കുന്ന റിക്വസ്റ്റാ. അതിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ കണ്ണു പൂട്ടി സമ്മതം കൊടുത്ത ആരെങ്കിലും മെയിൽ അയക്കോ? ഇതൊന്നും ഞാൻ ചെയ്തതല്ല. എന്നോടാരും ചോദിച്ചിട്ടുമില്ല. ക്യാബിനിലേക്ക് വരൂ. കൊട്ടേഷനൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. എന്തെങ്കിലും ഇന്റേണൽ റീസൺ പറഞ്ഞാൽ പോരെ? അതൊക്കെ നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ജയിലിലായത് എന്നെ ക്ലയൻസിന്റെ ഇടയിൽ വലിയ സംസാരമായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ആയാലോ? സാർ വരൂ. എന്താ ഇത്? ആരാ ഇതൊക്കെ അപ്രൂവ് ചെയ്ത് അയക്കാൻ പറഞ്ഞേ? അത് അഭിരാമി മേഡമാണ് സാർ. നിങ്ങൾക്ക് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ? ഇവിടെ ആരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ലെന്ന് അറിയില്ലേ? ഇത് മാത്രമല്ല, ഞാൻ ചെക്ക് ചെയ്ത പല ഫയലുകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. സാർ അത് എന്താടോ കാര്യം? എന്തെന്ന് പറ. അത് സാർ, അഭിരാമി മേഡത്തോട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മേഡം വഴക്ക് പറയും. മാഡത്തിന് എല്ലാം അറിയാമെന്നും പഠിപ്പിക്കാൻ ചെല്ലണ്ടെന്നും പറയും. തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു. ഇതെല്ലാം അറിയിക്കാൻ സാറൂടെ ഇല്ലായിരുന്നു. സാർ, ഒരുപാട് ബുദ്ധിമുട്ടിയാ ഈ കമ്പനിയിൽ ഒരു ജോലി കിട്ടിയത്. അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പിരിച്ചുവിട്ടാ വേറൊരു സ്ഥലത്തും ജോലി കിട്ടില്ല എന്ന് സാറിനറിയാലോ. എൻ്റെ മാരേജ് ഇപ്പോൾ റീസെൻ്റായി കഴിഞ്ഞുള്ളൂ. ജോലി നഷ്ടപ്പെട്ട താൻ എന്താ മീര ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നത്? മീര മേഡം ഇതൊന്നും അറിഞ്ഞിട്ടില്ല സാർ. മേഡത്തെ ഒന്നും കാണിക്കണ്ടെന്ന് അഭിരാമി മേഡം പറഞ്ഞിരുന്നു. മീര, തനിക്കിത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അഭി ക്യാബിനിലല്ലേ? ഉണ്ട് സാർ. അഭി, എൻ്റെ ക്യാബിനിലേക്ക് വാ. സാർ, ഞാൻ പോയിക്കോട്ടെ?
അതെന്താ? അതല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി. നിങ്ങൾ നിൽക്കണം, എനിക്ക് ക്ലാരിഫിക്കേഷൻ വേണം. എന്താ ആദർശം വിളിച്ചത്? ഇതൊക്കെ എന്താ അഭി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താന്ന് വായിച്ചു നോക്കിയപ്പോ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, അതുകൊണ്ട് തന്നെയാ ചോദിച്ചത്. കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു. നിന്നെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഇവള് ലോകം മുഴുവനും കറങ്ങി നടക്കുമായിരുന്നു. അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞു. പിന്നെ എനിക്കറിയാവുന്നതുപോലെ ഞാൻ എല്ലാം ചെയ്തു. അതിൽ തെറ്റുണ്ടെങ്കിൽ പറ്റുന്നത് പോലെ നീ തന്നെ അങ്ങ് ക്ലിയർ ചെയ്താൽ മതി. വിവരമില്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാ നിനക്ക് രക്ഷപ്പെടാമല്ലോ. ആദർശ്, സൂക്ഷിച്ച് സംസാരിക്കണം. അന്യരുടെ മുന്നിൽ വെച്ച് വെറുതെ എന്നെ അപമാനിക്കാൻ നോക്കരുത്. ആരാണ് ഇവിടെ അന്യര്? ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നീ അപ്രൂവ് ചെയ്യുന്നതിലെ തെറ്റുകൾ അവർ നിനക്ക് പറഞ്ഞു തന്നല്ലേ? അപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാക്കാമായിരുന്നില്ലേ? നീ ആരുടെയൊക്കെ വാക്ക് കേട്ട് എന്തൊക്കെ മനസ്സിൽ വെച്ചാ സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. ദാ ഈ ഡീറ്റെയിൽസ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം സൈൻ ചെയ്ത് വിട്ടത് നീ തന്നെയല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇത് തന്നെ നീ പറഞ്ഞ് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാ എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അബി, പൊട്ടത്തരം ചെയ്തു വെച്ചിട്ട് അത് ചോദിക്കുന്ന ഞാനാണോ തെറ്റുകാരൻ? ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ല. അതാണ് എനിക്ക് അത്ഭുതം. നിങ്ങൾ അബിയോട് പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യരുതെന്ന്? സാർ, അത് ധൈര്യമായിട്ട് പറഞ്ഞോ? അതെ സാർ, പറഞ്ഞതാണ്. ഇനി നിങ്ങൾ പൊയ്ക്കോ. ശരി സാർ. കേട്ടല്ലോ, അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും അബിക്കില്ലാതെ പോയി. അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ പോയി. ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നീ കുറെ നേരം ഓരോന്ന് പറയുന്നു. നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവളുടെ മുന്നിൽ വെച്ച് നീ എന്നെ ചീത്ത പറഞ്ഞാ ഇവൾക്ക് സന്തോഷമാവുമെങ്കിൽ ആയിക്കോട്ടെ. ഞാനാണല്ലോ ഇവളെ GM-ന്റെ ക്യാബിൽ നിന്ന് മാറ്റിയത്. അതിന്റെ പ്രതികാരമല്ലേ ഇത്? നിനക്കിപ്പോ സമാധാനായില്ലേ മീരെ? സന്തോഷിക്ക്, ശരിക്കും സന്തോഷിക്ക്. ചേച്ചി, ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. അപ്പൊ ചേച്ചി എന്തിനെങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നേ? ഞാൻ ആദർശനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി ഒത്തുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ചേച്ചി, ആദർശേട്ടാ, ചേച്ചി തിരിച്ചു വിളിച്ചൊന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാലും വെറുതെ വഴക്കാവും. ഇനി ഇതിന്റെ പേരിൽ ചേച്ചി അമ്മയോടൊക്കെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അബിയെ പോലല്ല അമ്മ. അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയട്ടെ. നമ്മളും വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്. നമുക്കും പറയാനുള്ളത് കേൾക്കാൻ ആളുണ്ടാവുമല്ലോ. എന്നാലും ഒരു വഴക്ക് വേണോ ആദർശേട്ടാ? ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ലല്ലോ. എല്ലാം വിട്ടുകൊടുത്ത് ഒന്നും ചോദ്യം ചെയ്യാതിരുന്നാൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെല്ലാം നല്ലതാണെന്ന തെറ്റിദ്ധാരണ അബിക്കുണ്ടാവും. അതുണ്ടാവാതിരിക്കാനും സ്വന്തം തെറ്റുകൾ തിരുത്തി ഒന്ന് റീതിങ്ക് ചെയ്യാനും വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചോദിച്ചത്. ഇനി ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് നേരിടാം. ആദർശ് വന്നതുകൊണ്ട് അബീനി ഓഫീസിലൊന്നും പോകില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവള് പോയി. അത് നന്നായി അല്ലേ ചേച്ചി? വെറുതെ വീട്ടിലിരിക്കുന്നതിലും നല്ലത് ഓഫീസിൽ പോകുന്നത് തന്നെയാ. കമ്പനിയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അബി ഓഫീസിൽ പോയതെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാ. അതിലൊരു സംശയവും വേണ്ട. കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാനല്ലാതെ അബി എന്തിനാ ഓഫീസിൽ പോകുന്നേ? അവക്ക് വെറുതെ വീട്ടിലിരുന്നാ പോരെ? അബിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് മാധവിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ അതോ മനസ്സിലായിട്ടും അറിയാത്തതുപോലെ പെരുമാറുന്നതാണോ എന്ന് എനിക്കറിയില്ല. അബിക്ക് എന്ത് മാറ്റം ഉണ്ടെന്നാ ചേച്ചി പറയുന്നേ? അവള് പണ്ടുതൊട്ടേ ഇങ്ങനെ തന്നെയല്ലേ. ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയാ അബി അത് പ്രകടിപ്പിക്കും. അല്ലാതെ മനസ്സിലൊന്നും വെക്കില്ല. അങ്ങനെയല്ല മാധവി. അബിക്ക് മീരയോട് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവക്ക് മീരെ ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത് ശരിയാ.
അല്ലാതെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അല്ല, മീരയോട് കാരണമില്ലാതെ ഒരുതരം പകയോ ദേഷ്യമോ അബിക്കുണ്ട്. അതിന് 100 കാരണങ്ങൾ അവൾ മനസ്സിൽ കണ്ടെത്തിയേക്കാം. പക്ഷേ നമ്മളെപ്പോലെ മൂന്നാമതൊരാളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ കാരണങ്ങളൊന്നും കണ്ടെത്താൻ കഴിയില്ല. നമുക്കൊരു പരിചയമില്ലാത്ത ചില മനുഷ്യരോട് ആദ്യ കാഴ്ചയിൽ തന്നെ അടുപ്പം തോന്നാറില്ലേ? അതുപോലെ ചിലരോട് കാരണമില്ലാതെ അകൽച്ചയും വെറുപ്പും ഉണ്ടാവും. അത് ശരിയാണ്. എന്നാലും അബിക്ക് മീരയോട് അങ്ങനെ ഒരു ദേഷ്യമൊന്നുമില്ല. അവക്കെല്ലാത്തിനും അവളുടേതായ കാരണങ്ങളുണ്ട് ചേച്ചി. പക്ഷെ ആ കാരണങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ലെന്നാ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത്. ആരായാലും തലയിൽ കയറി നിറങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതലൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്താ അബി, എന്താ പ്രശ്നം? പ്രശ്നം അമ്മയുടെ മോൻ തന്നെയാ. ആദർശ് എന്ത് ചെയ്തു? ആ മീരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓഫീസിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. നീ എന്തൊക്കെയായി പറയുന്നത്? ആദർശ് അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യില്ലെന്ന് അമ്മയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്നത് നുണയാണെന്ന് അമ്മ തന്നെ വിളിച്ചു ചോദിച്ചു നോക്ക്. നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ അബി. എന്നാലല്ലേ ഞങ്ങൾക്കും അറിയാൻ പറ്റൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ എന്നെ മാറ്റി നിർത്തി സംസാരിച്ച പോരെ? അല്ല, അപ്പൊ അവൻ എന്നെ അവളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ പറ്റില്ലല്ലോ. എന്താ പറ്റിയത്? നീ എന്താ വിഘ്നേഷിനെയൊക്കെ വിളിച്ചു വരുത്തിയത്? ആദർശന് അവന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു വരുത്തിക്കൂടെ? നീ കുറെ നേരമായി ആദർശ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ആദർശ് എന്താ ചെയ്തതെന്ന് നീ ഇതുവരെ പറഞ്ഞില്ല. ഏതോ കണക്ക് ഓർഡറും അതും ഇതുമൊക്കെ എടുത്തു വെച്ച് എന്നെ കുറെ ചോദ്യം ചെയ്തു. എന്നിട്ട് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടല്ലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞു. ഓ, അതായിരുന്നോ കാര്യം? ഞാൻ വെറുതെ പേടിച്ചു പോയി. നിങ്ങൾ എന്തോർത്താ പേടിച്ചത്? ഞാൻ തട്ടിപ്പോയിന്ന് കരുതിയോ? അങ്ങനെ കരുതില്ലല്ലോ. ഞാൻ തന്നെയാണല്ലോ വിളിച്ചത്. എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഒരു ആശ്വാസത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയപ്പോ നിങ്ങൾക്കത് നിസ്സാരം അല്ലേ? എന്റെ ആങ്ങള അവന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം സഹോദരിയെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നു. അത് നിങ്ങൾക്ക് വെറും നിസ്സാരം. കൊള്ളാം. അബി, ആദർശ് നിന്നെ വഴക്ക് പറഞ്ഞെങ്കിൽ അത് വെറുതെ ആവില്ല. നീ ചെയ്തതില് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാവും. അതെ, അത് ശരിയാ. അല്ലാതെ ആദർശ് നിന്നെ വഴക്ക് പറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആദർശ് പറയും, നിങ്ങൾ കരുതും പോലെ അല്ല. അവന്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിപ്പോയി. ആ മീരയുടെ തലേണ മന്ത്രം കൊണ്ട് അവൾ അവനെ മാറ്റിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തൊക്കെയാ അബി നീ ഈ വിളിച്ചു പറയുന്നത്? ഞാൻ പറയുന്നൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തായാലും ആദർശ് വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. ആ അതെ, നീ ഏതായാലും വാ. നിങ്ങളിങ്ങ് വാ, എനിക്ക് നിങ്ങളോട് രണ്ടെണ്ണം പറയാനുണ്ട്. വാ. അബി, ഹരിയെത്തിയിട്ട് കുറച്ചു നേരം ആയോ? ഇല്ല, ഞാൻ എത്തിയതേ ഉള്ളൂ. ആദർശും മീരയും ഈ സമയത്ത് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നിട്ടും അമ്മയെ കാണാൻ മീരയും കൂട്ടി ആദർശിന് വരാൻ തോന്നിയല്ലോ. ഉള്ളിൽ നന്മയും സ്നേഹവും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ബന്ധങ്ങൾക്ക് വില കൊടുക്കാനും കാണാൻ വരാനും ഒക്കെ പറ്റൂ. ആദർശിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു നന്മ ഉള്ളതുകൊണ്ടാവും ഈശ്വരൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്. ആദർശിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ടെൻഷനായതാണ്. അവസാനം ഇങ്ങനൊരു രീതിയിലാവും ആദർശ് രക്ഷപ്പെടുക എന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അതെ, ആദർശം മീരയും വന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മയോട് കുറച്ചു ദിവസം ആദർശിൻ്റെ വീട്ടിൽ മീരയോടൊപ്പം നിൽക്കണമെന്നും പറഞ്ഞു.
ആദർശ് മുൻപും പറഞ്ഞതാ, മീരയും സാവിത്രിയമ്മയും തമ്മിലുള്ള അടുപ്പത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ആഴം ആദർശിനറിയാം. അതുകൊണ്ടാ ആദർശ് സാവിത്രിയമ്മയോട് അവിടെ ചെന്ന് നിൽക്കാൻ പറയുന്നത്. ആദർശ് മീരയുടെ മനസ്സ് മനസ്സിലാക്കുന്നത് വലിയ കാര്യം തന്നെ. അങ്ങനെ മനസ്സിലാക്കി മീരയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ആദർശ് ശ്രമിക്കുന്നുണ്ട്. ആദർശ് ജയിലിലായപ്പോഴും കുഴപ്പമൊന്നും സംഭവിക്കാതെ തിരിച്ചു വരുമെന്നും സത്യം തെളിയുമെന്നും മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അഭിരാമി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴും മാധവി മാഡം അഭിരാമിക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നിയപ്പോഴും മീരയുടെ വിവാഹം നടത്തിയതിൽ ഞാനൊരു എടുത്തുചാട്ടം കാണിച്ചോ എന്നൊരു ചിന്ത എനിക്കുണ്ടായി.